എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഒരു ഹെയർ ബോ മേക്കിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലോത്തിൻ്റെ പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനായിട്ട് നമ്മൾ ബാക്ക് വശം നമ്മൾ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ്. നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നല്ല വശത്ത് മാർക്ക് ചെയ്യാതെ വേണം നോക്കാൻ വേണ്ടിയിട്ട്, ബാക്ക് വശത്ത് വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഇവിടെ ഇതുപോലൊരു ചോക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ലെങ്ത്ത് 10 ഇഞ്ചും അതുപോലെ വിഡ്ത്ത് 4 ഇഞ്ചിലുമാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അടയാളപ്പെടുത്തിയത് ആ ഒരു ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സെൻറ്റർ മടക്കിയിട്ട് അതിൻ്റെ എഡ്ജസിലൊക്കെ കറക്റ്റ് അല്ലാത്ത ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ത്രെഡ് പോന്നിട്ട് നിൽക്കുന്ന ആ ഒരു ഭാഗമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. അതുപോലെ തന്നെ നമ്മൾ എടുത്ത അളവിനെക്കാട്ടിലും കൂടുതലായിട്ട് എഡ്ജസൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ നല്ല വശം ഉള്ളിലേക്കായിട്ട് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ സെൻറ്ററിൽ ഞാൻ ഇതുപോലെ ഒരു ബോൾ പിന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ ക്ലോത്ത് ഒന്ന് മിസ്സായി പോകാണ്ടിരിക്കാൻ, ഇളകി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ 4 ഇഞ്ച് വീതിക്ക് ഞാൻ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. 4 വശം ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിക്ക് തന്നെ നമ്മളൊന്ന് ചോക്ക് വെച്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. സ്റ്റിച്ചിങ് മെഷീൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അടയാളപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല, 4 ഇഞ്ചിലൊന്ന് അടിച്ചു കൊടുത്താൽ മതി. പിന്നെ ഞാൻ സൂചി നൂല് യൂസ് ചെയ്തിട്ടാണ് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 തവണയാണ് ഞാനിതുപോലെ ഒന്ന് തുന്നി കൊടുത്തിട്ടുള്ളത്. ആദ്യം റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു, അതിൽ ഗ്യാപ്പുള്ള ഭാഗങ്ങളിൽ കൂടെ ഒന്നുകൂടെ തുന്നി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് 2 ലെയറായിട്ട് ഉണ്ടാവും. അപ്പോൾ അടിയത്തെ ലെയർ നമ്മൾ താഴത്തേക്ക് പിടിച്ചിട്ട് വേണം മുകളിലത്തെ ലെയർ മാത്രമേ നമുക്ക് ഇതിൽ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ചെറുതായിട്ടൊന്ന് ഹോൾട്ട് കൊടുക്കാൻ രീതിക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് നല്ല വശം നമുക്ക് പുറത്തേക്ക് ഇതുപോലെ ഒന്ന് എടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു ഹോളിലൂടെ ഇതുപോലെ കത്രിക വെച്ചിട്ട് ഇതിൻ്റെ 4 വശം കോർണറിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു കോർണർ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വല്ല സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഇതുപോലൊരു ഞാൻ അളവും കാര്യങ്ങളൊന്നും എടുക്കാണ്ട് ഇതുപോലൊരു ചെറിയൊരു പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ബാക്കി ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. തുന്നി കൊടുക്കുന്നില്ല, ഇതുപോലെ ഒന്ന് ആ ഒരു ചെറിയ പീസ് സെൻറ്ററിൽ വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്.
നോക്കി നമ്മൾ ഹെയർ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റിച്ചിങ് മെഷീൻ ഇല്ലാണ്ട് തന്നെ നല്ല വീട്ടിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സൂചി നൂല് യൂസ് ചെയ്തിട്ടുണ്ടാക്കാം. അപ്പോൾ ഞാൻ വെറുതെ ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ മുകളിൽ വെച്ച് കാണിച്ചു തരികയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെയർ ബാൻഡിലോ അല്ലെങ്കിൽ ടിക് ടാക്കിലോ ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.